മുർഷിദാബാദ് സന്ദർശിക്കരുതെന്ന ബംഗാൾ ഗവർണറോട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നാളെ മുർഷിദാബാദ് സന്ദർശിക്കുമെന്ന് ഗവർണർ ആനന്ദ് ബോസ് വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് പ്രതികരണം. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായി തകർന്നു. വിവിധയിടങ്ങളിൽ ഇപ്പോഴും സംഘർഷം തുടരുന്നതിനിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ബിജെപിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ശ്രമം. അതേസമയം ഗവർണർ CV ആനന്ദ് ബോസ് മുർഷിദാബാദിലെ അക്രമബാധിത മേഖലകൾ സന്ദർശിക്കുമെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും വ്യക്തമാക്കിയിരുന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സന്ദർശനം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇരകൾക്ക് സംസ്ഥാന സർക്കാർ വീടുകൾ വെച്ച് നൽകുമെന്നും ജനങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും മമതാ ബാനർജി പറഞ്ഞു. അതേസമയം സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മമത ഉയർത്തിയത്. BSFും കേന്ദ്ര സർക്കാരും സംസ്ഥാനത്ത് അക്രമികളെ പ്രവേശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന് മമത ആരോപിച്ചു. മുർഷിദാബാദിലെ കേന്ദ്ര സായുധ പോലീസ് സേനാ വിന്യാസം തുടരണമെന്ന ഹർജിയിൽ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവ് പറയാൻ മാറ്റി. പകരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 3-അംഗ പാനൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ കോടതി നിർദ്ദേശിച്ചു. മുർഷിദാബാദ് ആക്രമണത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് ബംഗാൾ പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ നിർദ്ദേശം. കൈരളി ന്യൂസ്, ദില്ലി.